വാരണാസിയിൽ ഇന്ന് നടക്കുന്ന വൺ റോഡ് ഷോയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഔദ്യോഗിക തുടക്കമാകുന്നു. വൈകിട്ട് 3-ന് ബനാറസ് ഹിന്ദു സർവകലാശാല കവാടത്തിൽ നിന്ന് ദശോഡിയ മെറ്റ് ഘാട്ട് വരെയാണ് റോഡ് ഷോ. സ്വാതന്ത്ര്യ സമര സേനാനിയും ബനാറസ് സർവകലാശാല സ്ഥാപനവുമായ മദൻ മോഹൻ മാളവിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാകും റോഡ് ഷോ തുടങ്ങുക. തുടർന്ന് ഗംഗാ ആരതിയിൽ പങ്കെടുക്കും. മോദി നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ, പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയും ശിരോമണി അകാലിദൾ നേതാവുമായ പ്രകാശ് സിംഗ് ബാദൽ, കേന്ദ്രമന്ത്രിയും LJP അധ്യക്ഷനുമായ രാംവിലാസ് പാസ്വാൻ തുടങ്ങിയ BJP സഖ്യകക്ഷി നേതാക്കളും മോദിക്കൊപ്പം ഉണ്ടാകും. എന്തായാലും മോദി കച്ചകെട്ടി തന്നെയാണ് ഇറങ്ങുന്നത്. ഇത്തവണ ജയിച്ച് തീരൂ. 20-25 സീറ്റുകളിൽ പോലും മത്സരിക്കാത്തവർ രാജ്യത്തെ പ്രധാനമന്ത്രിയാകുന്നതിന് തയ്യാറായി നിൽക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷത്തെ മോദി പരിഹസിച്ചിരുന്നു. പശ്ചിമ ബംഗാളിലെ റാണാഘട്ടിൽ തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ ഉന്നമിട്ടാണ് മോദിയുടെ പ്രസ്താവന. എന്നാൽ മോദിയുടെ പരാമർശം നാണക്കേടാണെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് മോദി നടത്തിയത്. CPM ചെയ്തതിനേക്കാൾ മോശമാണ് മമതാ ബാനർജി ചെയ്തത്. ജനങ്ങളെ അവർ വഞ്ചിച്ചു. ഗുണ്ടകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മമത ജനങ്ങളോട് മമതയില്ലാതെയാണ് പെരുമാറുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. തിരഞ്ഞെടുപ്പിന്റെ 3-ാം ഘട്ടം പൂർത്തിയായതോടെ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിയുടെ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണെന്നും വ്യക്തമാക്കുന്നതായും മോദി കൂട്ടിച്ചേർത്തു. എന്തായാലും നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോയും നടത്തുന്നുണ്ട്. 5 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അദ്ദേഹം വാർത്താ സമ്മേളനവും വെള്ളിയാഴ്ച വിളിച്ചു ചേർത്തിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ നോക്കുമ്പോൾ കേന്ദ്രത്തിൽ വീണ്ടും മോദി ഭരണം വരണമെന്ന് തന്നെയാണ് BJP നേതൃത്വവും കേന്ദ്ര BJP നേതൃത്വവും ഒക്കെ ഒറ്റക്കെട്ടായി നിന്ന കേന്ദ്രത്തിൽ BJP ഭരണം തന്നെ കൊണ്ടുവരണമെന്ന അടിയുറച്ച വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരള BJP നേതൃത്വവും കേന്ദ്ര BJP നേതൃത്വവും ഒറ്റക്കെട്ടായി നിന്ന് പ്രതിപക്ഷത്തെയും മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസിനും ഒക്കെ ഒന്നാകെ കടന്നാക്രമിക്കുന്നത്. ഇത്തവണ പ്രധാനമന്ത്രി പദത്തിൽ കുറഞ്ഞതൊന്നും മോദി ആഗ്രഹിക്കുന്നില്ല എന്നും വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.